ഈ മഴക്കാലമാവുമ്പോൾ വിശപ്പ് കൂടുമെന്ന് പറയുന്നത് സത്യമല്ലേ? ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയേ. അപ്പോൾ അതിനായി 2 ഗ്ലാസ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ചായി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ദാ ഇങ്ങനെ കയ്യിലെടുത്ത് പ്രസ് ചെയ്താൽ മാവ് ഉരുണ്ട് വരുന്നത് ഈ ഒരു പരുവത്തിലെത്തിയാൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് തന്നെ നന്നായി കുഴച്ച് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നന്നായി കുഴച്ച് കൈ വെച്ച് പ്രസ് ചെയ്താൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ നല്ല സോഫ്റ്റായി മാവ് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി ഫില്ലിങ്ങിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മുറി ചിരുവിയ തേങ്ങ, മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ചീവിയെടുത്തത്, 4-5 ഏലക്കായും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതീയിലിട്ട് നന്നായി ഇളക്കി വഴറ്റി ശർക്കരയെല്ലാം ഉരുകി വെള്ളമയം ഒക്കെ മാറി ഒന്ന് ഡ്രൈ ആയി വരുന്നതായി ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനി കഴുകി വൃത്തിയാക്കിയ കുറച്ച് പ്ലാവില എടുത്ത് ഇതുപോലെ കുമ്പിള് കുത്തി ഒരു ഈർക്കിൽ വെച്ച് കുത്തി കൊടുത്ത് ഇനി ഇതിലേക്ക് കുഴച്ച് വെച്ച മാവും വെച്ച് കൊടുത്ത് കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കുമ്പിളിൻ്റെ ഷേപ്പിനൊന്ന് മോൾഡ് ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയും മിക്സും വെച്ച് കൊടുത്ത് മാവ് വെച്ച് തന്നെ ഫില്ലിങ് അടച്ചെടുക്കാം. ഇതുപോലെ മാവെല്ലാം ഇലയിൽ ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫില്ല് ചെയ്ത് വെച്ച അടയെല്ലാം ഇഡലി ചെമ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ അടയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ മഴയത്തൊരു കട്ടനൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.